Hi friends, welcome to Mathematics Online Learning. ഇന്നത്തെ സെഷൻ ഡിഫറൻഷ്യബിലിറ്റി ആണ്. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റിയുടെ കുറച്ച് പോർഷൻസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കാം. The process of finding derivative of function is called differentiation. ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് കാണുന്ന പ്രോസസ്സാണ് എന്ത്? ഡിഫറൻസിയേഷൻ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നാണ് അർത്ഥം. ഓക്കെ, ലിമിറ്റ് വെച്ച് ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇപ്പം ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ 3 റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യു പ്ലസ് ഓർ മൈനസ് വി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു യു ഡാഷ് പ്ലസ് ഓർ മൈനസ് വി ഡാഷ്. അതുപോലെ പ്രൊഡക്റ്റ് റൂൾ യു വി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു, ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അതുപോലെ കോഷ്യൻ റൂളും ഇവിടെ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ മൈനസ് ഡിനോമിനേറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സം സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 7 റിസൾട്ട്സ്. എക്സ് റൈസ് ടു എൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. അതുപോലെ 3 ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സിക്സ് സ്ക്വയർ എക്സ്, സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. കോസും കൊസീക്കും കോട്ടും അത് 3 നെഗറ്റീവാണ് അല്ലേ? സിയിൽ തുടങ്ങുന്ന നെഗറ്റീവാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ റിസൾട്ട്സ് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഒരു നോട്ടാണ്. എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി ഡിഫറൻഷ്യബിൾ ഇൻ ആൻ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഇഫ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എവരി പോയിന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അതായത് ഒരു ഫംഗ്ഷൻ ഒരു ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓരോ പോയിന്റിലും ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതുപോലെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി ദെൻ ഇറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് നമുക്ക് പറയാം. തിരിച്ചാവണമെന്നില്ല, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. പക്ഷേ എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. ഇത് ഓർത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നുള്ളത്. അതായത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്. ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 2x + 1 ഹോൾ ക്യൂബ് ആണ്. ഇത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഇതിനെ ഡെറിവേറ്റീവ് കാണുകയാണെങ്കിൽ d/dx ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു d/dx of 2x + 1 whole cube. This is equal to d/dx of in expansion a plus b whole cube is equal to നമുക്കറിയാം a cube plus 3a square b plus 3ab square plus b cube ആണ്. a cube എന്ന് പറയുമ്പോൾ 2x whole cube, 2 cube 8 ആണെന്ന് അറിയാം. 8x cube plus 3 into a square by 3 into 2x സ്ക്വയർ എന്ന് പറയുമ്പോൾ 4x സ്ക്വയർ വരും. 4x സ്ക്വയർ ഇൻറ്റു 1. അപ്പം 4 ഇൻറ്റു 3 12x സ്ക്വയർ കിട്ടും അല്ലേ? ഇവിടെ തന്നെ എഴുതുവാണ് 12x സ്ക്വയർ. നെക്സ്റ്റ് 3ab സ്ക്വയർ, 3 ഇൻറ്റു a 2x b സ്ക്വയർ 1 സ്ക്വയർ. അപ്പം 3 ഇൻറ്റു 2 6x എന്ന് കിട്ടും. 6x പ്ലസ് b ക്യൂബ്, അതായത് 1 ക്യൂബ് 1 തന്നെ. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് എഴുതിയാൽ 8x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. d/dx ഓഫ് എക്സ് റൈസ് ടു n ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. ഈ ഇക്വേഷനിൽ നിന്നും ഇവിടെ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ 8 പുറത്തെടുക്കുക, ഔട്ട് സൈഡ് എടുക്കുക. അതിന് ശേഷം എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എഴുതിയാൽ 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 1 അല്ലേ? അതായത് 3x റൈസ് ടു 2 എന്ന് വരും. 3x റൈസ് ടു 2 പ്ലസ് 12x സ്ക്വയർ, 12 ഔട്ട് സൈഡ് എടുത്തു. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x റൈസ് ടു 2 മൈനസ് 1 വരും. പ്ലസ് 6xൻ്റെ ഡെറിവേറ്റീവ് 6x റൈസ് ടു 0 വരും അല്ലേ? അപ്പം
1 തന്നെ. അപ്പോൾ 6 × 1 6 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0 ആണ്, 0 ആയി പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് ആണുള്ളത്. മൾട്ടിപ്ലൈ ചെയ്താൽ 24x² പ്ലസ് 24x പ്ലസ് 6 എന്ന് കിട്ടും. ഇതിലെല്ലാ ടൈമിലും 6 കോമൺ ആണ്, അതുകൊണ്ട് 6 ഔട്ട് സൈഡ് എടുക്കാം. 6 × 4x² പ്ലസ് 4x പ്ലസ് 1. ഇത് നമുക്കറിയാം 2x പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഈ ടൈം കിട്ടും. ഓക്കെ, ഇതാണ് എൻ്റെ ആൻസർ. പക്ഷെ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്യാതെ ഈ ഫംഗ്ഷൻ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് വേറൊരു രീതിയിൽ കാണാൻ പറ്റും. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) = 2x പ്ലസ് 1 ഹോൾ ക്യൂബ് ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു t ക്യൂബ് എന്നുള്ളൊരു ഫോമിൽ അല്ലേ, 2x പ്ലസ് 1 ഒരു t കൊടുത്താൽ t ക്യൂബ് എന്നുള്ള ഫോമിലായി. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. 2x പ്ലസ് 1 = t. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ രണ്ട് സൈഡും ഡെറിവേറ്റീവ് കാണുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 × എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1 ആണ് അല്ലേ. 2 × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 = ടീൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, അതുകൊണ്ട് dt/dx എന്ന് എഴുതാം. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് dx/dx തന്നെയാണ്, അത് 1 ആയിപ്പോയി. അപ്പോൾ 2 = dt/dx എന്ന് കിട്ടി. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് t ക്യൂബ് എന്ന് എഴുതാം. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ d/dx ഓഫ് f(x) = 3 × t² tയിലാണ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ dt/dx എന്ന് വരും അല്ലേ. tയിലുള്ള ഫംഗ്ഷന് ഡെറിവേറ്റീവ് ആണ് കാണുന്നത്. അപ്പോൾ dt/dx എന്ന് വരും = 3t² dt/dx 2 ആണെന്ന് കിട്ടി അല്ലേ. = 6t². this is equal to 6 × t നമ്മൾ എടുത്തിരിക്കുന്നത് 2x പ്ലസ് 1 ആണ്. 2x പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഒന്നും കൂടെ സിമ്പിളാകും. അതായത് ഇവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ഫംഗ്ഷൻ x⁻n ഡെറിവേറ്റീവ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ എക്സിന് പകരം ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് n × x⁻n. ഇപ്പോൾ എക്സിന് പകരം വേറൊരു വലിയ ഫംഗ്ഷൻ അതിനകത്ത് വന്നാൽ നമുക്കതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫങ്ഷൻസ്. ഇപ്പം നമ്മൾ കണ്ടതൊരു കോമ്പോസിറ്റ് ഫങ്ഷൻസ് ആണ്. അവിടെ നമ്മൾ കണ്ട് x⁻n പകരം എക്സിന് പകരം വേറൊരു വലിയ ഫംഗ്ഷൻ വന്നിരിക്കുകയാണ് അല്ലേ. അതായത് രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ എഫ് എന്നുള്ളത് വിൻ്റെ യുവിൻ്റെ കോമ്പോസിഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് df/dx = dv/dt × dt/dx എന്നായിരിക്കും. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഇത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ചെയ്തു വരുമ്പോൾ ഓൾറെഡി ചെയ്യാൻ നമുക്ക് പറ്റും. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഏത് ഫംഗ്ഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണേന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f(x) = sin of x². നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് sin x അറിയാം അല്ലേ. d/dx ഓഫ് sin x = cos x ആണെന്നറിയാം. പക്ഷേ ഇവിടെ നോക്കിക്കേ, അതുപോലെ x² ഡെറിവേറ്റീവ് നമുക്കറിയാം. പക്ഷെ sin of x² എന്നാണ് ഇവിടെ കിടക്കുന്നത്. അതായത് ഇവിടെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ sin x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ sin² x ആട്ടോ. അപ്പോൾ sin x-ൻ്റെ സ്ക്വയർ അല്ല sin of x². ഈ x² എന്നുള്ള വേറൊരു ഫംഗ്ഷനാണ്. അതുകൊണ്ട് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, നമുക്കറിയാവുന്ന ഫോമിലോട്ട് sin x-ൻ്റെ ഡെറിവേറ്റീവാണ് നമുക്കറിയാവുന്നത്. അതുകൊണ്ട് ഇതിനെ മാറ്റി f(x) = sin of x². നമുക്കിവിടെ t = x² എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താവും? sin ti. ഇപ്പോൾ നോക്കിക്കാൻ നമുക്കറിയാവുന്ന ഫംഗ്ഷനായി ഇത് അല്ലേ. അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. അപ്പോൾ d/dx ഓഫ് ഡെറിവേറ്റീവ് ഓഫ് f(x)
is equal to derivative of with respect to x ആണ് sin t ആണ് അല്ലേ. അപ്പം sin t-ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു ടി ആണെങ്കിൽ കോസ് ടി ആണ്. പക്ഷെ നമ്മളിവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്ന് എഴുതണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ടിയിലാണ് ഫംഗ്ഷൻ, ടിയിൽ ഡെറിവേറ്റീവ് എഴുതിയതിന് ശേഷം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഡി ടി ബൈ ഡി എക്സ് കൊടുക്കുക. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഡി ടി ബൈ ഡി എക്സ് കാണാം അല്ലേ. ഡി ടി ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഈക്വൽ ടു ടി വിത്ത് റെസ്പെക്ട് എക്സ് ആയതുകൊണ്ട് ഡി ടി ബൈ ഡി എക്സ് വന്നു. എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് എക്സ് തന്നെ ആയതുകൊണ്ട് നമുക്ക് 2x ആണെന്ന് അറിയാം. n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 ഉപയോഗിച്ച് ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ 2x കിട്ടും. ഇനി ഈ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോസ് ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 2x ആണ്. ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. കോസ് എക്സ് സ്ക്വയർ അല്ലേ, ടി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് ഇൻറ്റു 2x. അപ്പം 2x ഇൻറ്റു കോസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി. ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻ കാണാൻ പറ്റും, ഒരു സൈൻ ഫംഗ്ഷനും പിന്നെ ആ സൈൻ ഫംഗ്ഷനിൽ എ എക്സ് പ്ലസ് ബി എന്നുള്ളൊരു കോമ്പോസിഷനും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഇവിടെ ഈ എ എക്സ് പ്ലസ് ബിക്ക് ടിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ടി ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഫംഗ്ഷൻ എന്തായി മാറും? സൈൻ ടി ആയിട്ട് മാറും അല്ലേ. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സിലാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും ഒരേപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എക്സിൽ സൈൻ ടി. ദിസ് ഈസ് ഈക്വൽ ടു ഡി ബൈ സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം കോസ് ടി ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഡി ടി ബൈ ഡി എക്സ് കൊടുക്കുക. ഇത് വിത്ത് റെസ്പെക്ട് ടു ടി ആയിരുന്നെങ്കിൽ ഒന്നും കൊടുക്കണ്ടായിരുന്നു. ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി ആയിരുന്നെങ്കിൽ കോസ് ടി മാത്രം മതിയായിരുന്നു. ഇനി നമുക്കിവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു ഇത് എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ ആണ്, ബിയുടെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 ആയിപ്പോൾ. സബ്സ്റ്റിറ്റ്യൂഷൻ കോസ് ടി, ടീൻ്റെ വാല്യൂ എ എക്സ് പ്ലസ് ബി ആണ്, ഡി ടി ബൈ ഡി എക്സ് കിട്ടിയത് എ ആണ്. ആൻസർ എ ഇൻറ്റു കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് കിട്ടി. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ആണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് നമ്മൾ ഈ സെഷനിൽ കണ്ടത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.